നാരിയ സലാത്ത് ശിർക്കാണോ അല്ലേ? എന്താ സക്കരിയ മൗലവി വെളിപ്പെടുത്തിയത്? കേട്ടോളൂ. മാനവ സൗഹാർദ്ദ സമ്മേളനം എന്നും പറഞ്ഞിട്ട് അമുസ്ലിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് അവരെ പ്രശംസിക്കൽ, അത് നടത്താൻ പറ്റുമോ പറ്റൂലേ ചോദിക്കണം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇനി ചോദിച്ചുറപ്പുവരുത്തണം. നമ്മളൊരു പ്ലെയിൻ പേപ്പറിന്ന് തുടങ്ങാൻ 6 ദിവസത്തെ മീറ്റിംഗ് നമ്മൾ വെച്ചത്. പഴയതൊന്നും അങ്ങനെ തന്നെ പിന്തുടരേണ്ടതില്ല. ഇനി സലഫി മന്നേജിനോട് യോജിച്ചത് മാത്രം നമ്മൾ നടപ്പിലാക്കിയാൽ മതി എന്ന് പറഞ്ഞാണ് 6 ദിവസം ചർച്ച. അതിലൊന്നും ഇപ്പൊ അവർക്ക് താല്പര്യമില്ലാതെയായി. മാത്രമല്ല, സംഘടന ശിർക്കാൻ തീരുമാനിച്ചാൽ എല്ലാവരും ശിർക്ക് എന്ന് പറയണം. ഇപ്പൊ നാരിയത്ത് സലാത്ത് എന്തുണ്ടായി? എനിക്കറിയാം, ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ജബ്ബാർ മൗലവി എനിക്ക് തിരുത്തി തന്നു. നിങ്ങളാ പറഞ്ഞതുണ്ടല്ലോ, ഞാനൊരു സുന്നിയാണെങ്കിൽ നിങ്ങളെ ഗണ്ണിക്കുമായിരുന്നു. എന്തേ? അതിന്റെ വരികളിൽ ശിർക്ക് കാണാൻ കഴിയൂല. നമ്മളെ നാട്ടിലെ ഖുറാഫികൾ റസൂൽ കാണും, കേൾക്കും, സഹായിക്കും, നബി കണ്ടുകൊണ്ടിരിക്കും, വിശ്വാസക്കാർ അവർ ചെയ്യുന്ന ശിർക്ക് തന്നെ. പക്ഷെ അതിന്റെ വരികളിൽ നിങ്ങൾ ഉദ്ധരിച്ചിട്ട് ശിർക്ക് പറയണത് തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ലബ്ബയോട് ചോദിച്ചത്. ലബ്ബ പറഞ്ഞു വരികളിൽ ശിർക്കില്ല, പക്ഷെ നമ്മുടെ നാട്ടിലെ ഖുറാഫികളുടെ വിശ്വാസത്തിൽ ശിർക്കുണ്ട്, അവിടെ അവർ ചെല്ലുന്നത് ശിർക്കാണ്. ഇത് എന്നോട് ചോദിച്ചു, ലബ്ബ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്, ശിർക്കാകുന്ന വ്യാഖ്യാനം, ശിർക്കാകാത്ത വ്യാഖ്യാനമുണ്ട്. അങ്ങനെ പൈസ മുസ്ലിം ഖത്തറിൽ വന്നപ്പോൾ ചോദിച്ചു, ലബ്ബ അങ്ങനെ പറഞ്ഞല്ലോ, സക്കരിയ സലാഹി ഇങ്ങനെ പറഞ്ഞല്ലോ. ലബ്ബ പറഞ്ഞതും ശരിയാണ്, സക്കരിയ സലാഹി പറഞ്ഞതും ശരിയാണ്. എത്രത്തോളം മത് ഉദ്ദേശിച്ചാൽ കൂലി കിട്ടും വരെ പറഞ്ഞു. നപ്പങ്ങൾ പൈസ മുസ്ലിം വിളിച്ചു ചോദിച്ചു നോക്കിയാണ്. ഇപ്പൊ മാറ്റി, ഇപ്പതാ മെസ്സേജ് PN മെസ്സേജ് വന്നിക്കാണ്, ഫൈസൽ തിരുത്തും കരുനാഗപ്പള്ളിയിൽ വെച്ചിട്ട്, സക്കരിയാനോടും തിരുത്താൻ പറയേ. അപ്പൊ ഇതുവരെ ശിർക്ക ഇല്ല, വരികളിൽ ശിർക്കില്ല എന്ന് പറഞ്ഞത് ഫൈസൽ തിരുത്താം. ഷെയ്ഖ് ബറാക്കിന്റെ ഫത്വ എന്താ കാട്ടുക? ഇപ്പൊ യാസിർ ഹംസ നാളെ ഇവിടെ വരുന്നുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തിന് ഇപ്പൊ അടുത്തൊരു ഓഡിയോ അല്ലേ, പറയുന്നവന്റെ ഉദ്ദേശം എന്താണ് അതിനനുസരിച്ചാണ്. പക്ഷെ സംഘടന തീരുമാനമാണ് എല്ലാവരും ശിർക്ക് എന്ന് പ്രസംഗിച്ചോളണം. ഇതെന്താ നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫിയുടെ വ്യത്യാസം? ജിന്നിനോടുള്ള മുഴുവൻ നിസ്ത്യാനത്തും ശിർക്കാണ്, ജമിയത്തുൽ തീരുമാനമാണ്, എല്ലാവരും പ്രസംഗിച്ചോളണം. ഇത് തൗഹീദായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, അതിലാ ക്ലാരിറ്റി ഇല്ലാത്തത്. കണ്ടോ, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിലാ ക്ലാരിറ്റി ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ, ഈ വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുശ്രിക്ക് മുഅ്മിൻ കമ്പനിയാണ്. ഇത് രണ്ടും കൂടി അവിയലാണ്. കാര്യം എന്താ? ഇത് രണ്ടും കൂടി അവിയലാണ്. നാരിയ സലാത്ത് ശിർക്കല്ല എന്ന് ജബ്ബാർ മൗലവി, അത് ശിർക്കാണ് എന്ന് സക്കരിയ മൗലവി പ്രസംഗിച്ചപ്പോ സക്കരിയ മൗലവിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, മക്കളെ ഇത് ശിർക്കല്ല. ആര്? ജബ്ബാർ മൗലവി പഠിപ്പിച്ചു കൊടുക്കുന്നു, നാരിയ സലാത്ത് ശിർക്കല്ല. ഉടൻ തന്നെ സക്കരിയ മൗലവി തിരുത്തുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ലബ്ബാദാരിമി എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ സമസ്തക്കാരന്റെ പള്ളിയിൽ നിന്നുകൊണ്ട് തൗഹീദ് പറഞ്ഞൊരു മനുഷ്യനാ. ഒരാളെപ്പോലും ഭയപ്പെടാതെ സമസ്തക്കാരന്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് തൗഹീദ് പറഞ്ഞ ആ മനുഷ്യന്റെ അടുക്കൽ ഈ പിശാചുക്കൾ ചെന്നിട്ട് പറഞ്ഞു, ലബ്ബാദാരിമി നിങ്ങൾ കരുതുന്നത് പോലെയല്ല, നാരിയ സലാത്തിൽ ശിർക്കില്ല. ലബ്ബാദാരിമി പഠിപ്പിച്ചു. ലബ്ബാദാരിമി അത് പറഞ്ഞു, സക്കരിയ മൗലവി അത് പറഞ്ഞു. അത് കേട്ട ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു, ലബ്ബ പറഞ്ഞതും ശരിയാണ്, സക്കരിയ പറഞ്ഞതും ശരിയാണ്. അപ്പോഴാണ് ചില ആളുകൾ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, അത് പറ്റൂല, ശിർക്കാന്ന് പറയണം, ശിർക്കാണെന്ന് പറയണം. ജബ്ബാർ മൗലവി പറഞ്ഞത് ശിർക്കാണെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ വാ. ജബ്ബാർ മൗലവി വെല്ലുവിളിച്ചു. ആ ജബ്ബാർ മൗലവി ഇന്നും പുറത്താക്കിയിട്ടില്ല, വിസ്ഡം നേതാവാണ് അദ്ദേഹം. അതായത് പറഞ്ഞത് മുശ്രിക്ക് മുഅ്മിൻ കമ്പനി കൂട്ട് അല്ലേ? സക്കരിയ മൗലവി, ആ സക്കരിയ മൗലവി നാരിയ സലാത്ത് ശിർക്കല്ല എന്ന് പറയുമ്പോ ഹുസൈൻ സലഫി ശിർക്ക എന്ന് പറഞ്ഞാൽ സക്കരിയ മൗലവി മുശ്രിക്കാക്കല്ലേ? ജബ്ബാർ മൗലവി നാരിയ സലാത്ത് ശിർക്കല്ല എന്ന് പറയുന്നു, PN പറയുന്നു അത് ശിർക്കാണ്, ഹുസൈൻ സലഫി പറയുന്നു ശിർക്കാണ്. ജബ്ബാർ മൗലവി മുശ്രിക്കാക്കിയതാരാ? പറ, നിങ്ങൾ മറുപടി പറയുമോ? ധൈര്യമുണ്ടോ? മറുപടി പറയാമോ? പറയൂല. മറുപടി ഞങ്ങൾ പറയൂല. നാരിയ സലാത്ത് ഞങ്ങൾ മിണ്ടൂല. കാര്യം ഞങ്ങൾ അയക്കുന്ന ചങ്ങായി.